വായിച്ചു നമ്മൾ വളർന്നിടേണം, വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേക്കണം അറിവിൻ്റെ തേക്കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേക്കണം അറിവിൻ്റെ തേക്കണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ച മതമൗലികവാദത്തിനെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമം വിനാശകരമായി ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ കേരള ജനതയെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യനായ P.N. പണിക്കരുടെ ഓർമ്മദിനമാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 10. വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്, കുഞ്ഞുണ്ണി മാഷിന്റെ കവിത. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വേണം, വായിക്കാതെ വളർന്നാൽ വളരും എന്ന കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ഓരോ പുസ്തകവും ഒരു ദീർഘമായ പ്രസംഗം തന്നെ നിങ്ങൾക്ക് നടത്തി. എല്ലാം അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 1-2 കാര്യങ്ങളെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ടീച്ചർ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. വായന, നമ്മൾ പുസ്തക വായനയും ഡിജിറ്റൽ വായനയും ഉണ്ട്. ഡിജിറ്റൽ വായന നല്ലത് തന്നെയാണ്, എങ്കിലും പുസ്തകങ്ങളുടെ അലമാരകൾ തുറന്ന് എടുത്ത് വായിക്കുമ്പോഴാണ് അവ മോചിതരാകുന്നത്. ഇത് പറഞ്ഞത് പ്രസിദ്ധ ചിന്തകനായ സാമുവൽ ബട്ട്ലറാണ്. എന്തിനാണ് വായിക്കുന്നത്? എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മളോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിക്കുമോ? ഇല്ല. എന്തിനാണ് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. എന്താ കാര്യം? നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളവും ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വേണ്ട ഘടകങ്ങളാണെന്ന്. വികസനം എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മുടെ മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ അധ്യാപകരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്,